പ്രിയമുള്ളവരെ, പഴന്തോട്ടം പള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് സ്വന്തം പള്ളിയിൽ 1934 ഭരണഘടന നടപ്പിലാക്കാത്ത, ഇപ്പോഴും തീണ്ടാപ്പാട് അകലം നിർത്തിയിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തിരുമുറ്റത്ത് ഒരു നോക്കുകുത്തി പോലെ, ഒരു ചോദ്യചിഹ്നം പോലെ, ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത മലങ്കര സഭയുടെ നാവായിരിക്കുന്ന വ്യക്തിയിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു. ഇതിനു മുമ്പും അവിടെ ചില കോടതി വിധികൾ വന്നിട്ടുണ്ട്. 2012 വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു നിയമ പോരാട്ടത്തിന് ഹൈക്കോടതി വിരാമം കുറിച്ചപ്പോൾ, അവിടെ ഭൂരിപക്ഷം വരുന്ന മലങ്കര യാക്കോബായ സുറിയാനി സഭാമക്കൾക്ക് ആ പള്ളിയുടെ അധികാരം ലഭിച്ചപ്പോൾ, അന്ന് കോടതി വിധി നടപ്പിലാക്കണം എന്നാരും ആവശ്യപ്പെട്ട് കണ്ടില്ല, പ്രത്യേക ഓർത്തഡോക്സ് സഭാംഗങ്ങളാരും. മറിച്ച് ആ വിധി വരുന്ന അന്ന് ജസ്റ്റിസ് ഭവദാസിന്റെ മുമ്പിലാണെന്ന് തോന്നുന്നു ഓർത്തഡോക്സ് വിഭാഗക്കാർ ഒരു ഐ സമർപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് പള്ളി വേണ്ട, പള്ളിയുടെ ഭരണം വേണ്ട, പള്ളിയുടെ അധികാരങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആരാധനാവകാശം മാത്രം സംരക്ഷിച്ച് നൽകിയാൽ മതി എന്ന് ഒരു ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും സമർപ്പിച്ച അന്ന് തന്നെ അത് നിഷ്കരണം കോടതി തള്ളിക്കളയുകയും ചെയ്തു. അതിനുശേഷം യാക്കോബായ സുറിയാനി സഭ അംഗങ്ങൾ ആയിട്ടുള്ളവർ ഏതാണ്ട് 38 വർഷത്തോളം ആ പള്ളിക്കകത്ത് കയറുവാനുള്ള അധികാരം നിഷേധിക്കപ്പെട്ടവർ ആ പള്ളിക്കുള്ളിൽ കയറി. എത്രയും അഭിവന്ദ്യനായിരിക്കുന്ന യോസേബിയസ് തിരുമേനിയുടെ ഇടവക പള്ളിയായിരിക്കുന്ന ആ പള്ളിയിൽ 2012 മാർച്ച് മാസം 10-ാം തീയതി അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച, അന്ന് പിറവം ഉപതെരഞ്ഞെടുപ്പ് വരുന്ന അതിൻ്റെ റിസൾട്ടും എല്ലാം വരുന്ന സമയമായിരുന്നു. അന്ന് കേരളം ഭരിച്ചിരുന്നത് തുല്യനീതി 2 വിഭാഗക്കാർക്കും കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നും തീണ്ടാപ്പാട് അകലം നിർത്താൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഓർത്തഡോക്സ് സഭാംഗമായിരുന്നെങ്കിൽ കൂടി അതിനുശേഷം അന്ന് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന അന്ന് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ സഭാ സെക്രട്ടറി ആയിരുന്ന തമ്പുച്ചേട്ടൻ അടക്കമുള്ളവർക്ക് ലാത്തി ചാർജ് ഏൽക്കുകയുണ്ടായി. അന്ന് അവിടെ ഒരു ശവമടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരുടെയും കൈകാലുകൾ ഒടിയുകയുണ്ടായി. അന്ന് അധികാരത്തിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭാംഗങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ അവർക്ക് കൂടി ഒരു പാരലൽ അഡ്മിനിസ്ട്രേഷൻ, ആരാധനയിൽ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട കളക്ടറുടെ മുമ്പാകെ ചേർന്ന യോഗത്തിൽ ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്ക് കിട്ടുകയും, അങ്ങനെ പഴന്തോട്ടം പള്ളിയിൽ യാക്കോബായ സുറിയാനി സഭാംഗങ്ങൾക്ക് മാത്രമായി ലഭിച്ച പഴന്തോട്ടം പള്ളിയിൽ കോടതി വിധികളെ മറികടന്നുകൊണ്ട് ഒരു ക്രമീകരണം ഉണ്ടാക്കുകയും ചെയ്തു. ആ ക്രമീകരണം അന്നുണ്ടാക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് പഴന്തോട്ടത്തെ വിശ്വാസികൾ പുറത്തേക്ക് അവർ പണ്ട് വിശുദ്ധ കുർബാന 38 വർഷത്തോളം അർപ്പിച്ച ആ പഴയ ചാപ്പലിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടുന്ന അവസ്ഥ വന്നു. പ്രിയമുള്ള യാക്കോബായ സുറിയാനി സഭാംഗങ്ങളെ, ഇതാ ഈ പുസ്തകത്തിൽ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ളതുപോലെ നമ്മെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും അധികാരസ്ഥാനങ്ങളെ സ്വാധീനിച്ചും ഇവർ നേടിയെടുത്ത ചില കോടതി വിധികളിലൂടെ എന്ന് ഇവർ തന്നെ പറയുന്ന ഈ കോടതി വിധികളിലൂടെ നമ്മളെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ട് അകറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നീതി നീർച്ചാലുകൾ പോലെ ഒഴുകുന്ന ഒരു ദിവസം വരും. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. ഇന്ന് ലോകത്തുള്ള മറ്റു സഭാംഗങ്ങൾ, ഇതര സമൂഹങ്ങൾ ഒരു യാക്കോബായക്കാരനെ ഓർത്തഡോക്സുകാരനേക്കാൾ കൂടുതലായിട്ട് ആദരിക്കുന്നുവെങ്കിൽ, അവന്റെ വിശ്വാസത്തെ മാനിക്കുന്നുവെങ്കിൽ, അതും ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെയെന്ന പൂർവികന്മാരുടെ പഠിപ്പിക്കലുകളിലൂടെ ആ മട്ടാഞ്ചേരിയിൽ ആഹാത്ത് കെട്ടി അന്ത്യോക്യ പാത്രിക്കീസിനും അവിടെ നയിക്കുന്ന മെത്രാപ്പോലീത്താമാരോടും വിധേയത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ, അത് തുടർച്ചയായി വന്നിട്ടുള്ള ചരിത്ര രേഖകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ നമ്മെ പഠിപ്പിച്ച നമ്മുടെ പൂർവികരോടുള്ള പാരമ്പര്യത്തിൽ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം. പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിവസം വരും. ദൈവത്തിന്റെ നീതി നീർച്ചാലുകൾ പോലെ ഒഴുകുന്ന ഒരു ദിവസം. ആ ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥനയോടെ.
താങ്ക് യു.